ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു, തല ഭിത്തിയിലിടിപ്പിച്ചു, ഒടുവിൽ ശ്വാസം മുട്ടിച്ചു. ഒരു രാത്രി മുഴുവൻ ആൺ സുഹൃത്തിന്റെ അതിക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനുമൊക്കെ തന്നെ ഇരയായി. മരണത്തോട് മല്ലിട്ട് 6 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞു. മനസ്സാക്ഷിയെ തന്നെ തലമറയ്ക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ പീഡനമാണ് ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത്. പ്രതീക്ഷകളെ ഒക്കെ തന്നെ ബാക്കിയാക്കി അവൾ യാത്രയാവുകയും ചെയ്തു. 6 ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു ജീവൻ പിടിച്ചു നിർത്താനായി കഴിഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി മരണവും സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ മർദ്ദിച്ച് മരണത്തിന് വിട്ടുകൊടുത്ത തലയോലപ്പറമ്പ് സ്വദേശിയായ അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയായിരിക്കും ഇനി കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. 1 വർഷമായിട്ടുള്ള സൗഹൃദം ഉടലെടുത്തത് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരുന്നു. ശേഷം പോക്സോ കേസ് അതിജീവിതയായ 19 വയസ്സുള്ള പെൺകുട്ടി അന്നു മുതൽ ഇന്ന് വരെ ക്രൂരമായ പീഡനങ്ങൾക്കിടയാകേണ്ടി വന്നിരുന്നു. കഴുത്തിൽ കയറിട്ട് മുറുക്കി, കയ്യിൽ മുറിവേറ്റ് അർദ്ധനഗ്ന നിലയിലായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത്. അമ്മയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്ന പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അപ്രതീക്ഷിതമായി രാവിലെ ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ അവശ നിലയിൽ കണ്ടതും കട്ടിലിന് താഴെ കിടക്കുന്ന നിലയിൽ. കണ്ണ് തുറന്നു കിടക്കുകയായിരുന്നു. നാവ് കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലെ മുറിവിലാകട്ടെ ഉറുമ്പരിക്കുന്നു. കയ്യിലും തലയിലുമൊക്കെ സാരമായ പരിക്കുണ്ടായിരുന്നു. നൂൽബന്ധമില്ലാതെ കുട്ടി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ സംഗതി ശരിയല്ലെന്ന് തോന്നി വളരെ വേഗത്തിൽ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. യുവതിയുടെ മാതാവിന്റെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനുമുള്ള കേസെടുത്താണ് പോലീസ് അന്വേഷണം കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. അതിക്രൂരമായ പീഡനം പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. പെൺകുട്ടിയുടെ കാമുകൻ കൂടിയായ അനൂപ് ശനിയാഴ്ച രാത്രി വീട്ടിലെത്തി ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. മറ്റാൺ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം. കയ്യിൽ എന്തൊക്കെ കിട്ടിയോ അതെല്ലാം എടുത്ത് പെൺകുട്ടിയെ അടിച്ചുവെന്നാണ് ഇയാൾ പോലീസിനോട് പോലും പറഞ്ഞത്. ലൈംഗികമായും പീഡിപ്പിച്ചു, ചുറ്റിക കൊണ്ട് ഇടിച്ചു. ഇതാദ്യമായിട്ടല്ല അനൂപിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പീഡനം പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. സംശയരോഗിയായ ഇയാളാകട്ടെ പതിവായി പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. സഹികെട്ട് ഒരു ദിവസം മരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഷാള് കഴുത്തിലിട്ടപ്പോൾ പോയി ചത്തോ എന്നായിരുന്നു ഇയാൾ മറുപടി പോലും പറഞ്ഞത്. പെൺകുട്ടി ആ അവസരത്തിൽ തൂങ്ങാനായി ശ്രമിച്ചതോടെ പേടിച്ച് ഷാള് കത്തികൊണ്ട് മുറിച്ച് പെൺകുട്ടിയെ നിലത്തിട്ടു. നിലത്ത് വീണ്ടും വേദന കൊണ്ട് അലറി വിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനക്കമില്ലാതായപ്പോൾ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് വിചാരിച്ചു. 4 മണിക്കൂറിനിപ്പുറം കൂട്ടുകാരനെ വിളിച്ചു വരുത്തി വീടിന് പിറകിലെ വാതിലിലൂടെ പുറത്തു ചാടി രക്ഷപ്പെട്ടു.